തേങ്ങ ചേർക്കാത്ത നല്ല അടിപൊളി സാമ്പാർ കാണാം. കുറച്ച് വെജിറ്റബിൾസ് മതി. ഇതിനു വേണ്ടി മുരിങ്ങക്കായ, കുമ്പളങ്ങ, വെണ്ടയ്ക്ക, ഒരു തക്കാളി മാത്രം മതി. ഇനി വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കുക്കറിലോട്ട് ഒരു 1.5 പിടി അളവിൽ പരിപ്പ് ചേർത്ത് നന്നായിട്ട് കഴുകി 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. ഇനി മറ്റൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചത് ലേശം കൂടിപ്പോയി, അതുകൊണ്ട് കുറച്ച് മാറ്റിയെടുക്കാം. ഇത് ആവശ്യം വരും. ഇനി ഇതിലോട്ട് കട്ട് ചെയ്തെടുത്ത് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയിൽ ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം ഇളക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്ത് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കിയ ശേഷം വേവിച്ചെടുത്ത പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം ചേർത്ത് വേവിക്കണ്ടേ. ഇനി ചൂടാറുമ്പോൾ കറി ഒന്ന് കുറുകി വന്നോളും. പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിയിട്ടുണ്ട്. വേനച്ചുള്ള ഉപ്പുണ്ടെന്ന് നോക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി കറിനെ താളിച്ചാലോ. ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ മാറ്റിവെച്ച വെളിച്ചെണ്ണയിലോട്ട് ബൂസ്റ്റ് ഡപ്പിലിട്ട് വെച്ച ഒരു 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നല്ല അടിപൊളി തട്ടിക്കൂട്ട് സാമ്പാർ റെഡി. ചോറിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പം എങ്ങനെയാ, ട്രൈ ചെയ്യല്ലേ.